Hi dears, welcome to our online class. Today we are going to discuss the continuation of tokens. In previous class we have already discussed the keywords, identifiers. Today we are going to discuss literals. എന്താണ് literals എന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Literals are data items that literals are data items. Their value never change during the program run. Literals എന്ന് പറഞ്ഞാൽ ഡാറ്റ ഐറ്റംസ് ആണ്, പക്ഷേ അതിൻ്റെ വാല്യൂസിനൊന്നും പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ യാതൊരു വിധത്തിൽ ചേഞ്ചസ് ഉണ്ടാവില്ല. To represent data items, never change their value during the program run. Okay, it is classified into four. They are integer literals, floating literals, character literals, string literals. Literals means to represent data items that never change their value during the program run. It has classified integer literals, floating literals, character literals, string literals. ഇത്രയാണ് ലിറ്ററൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇൻറ്റിജർ ലിറ്ററൽസ്, ഇറ്റ് മീൻസ് ഹോൾ നമ്പേഴ്സ് വിത്തൗട്ട് ഫ്രാക്ഷൻ. പോയിൻ്റ് ഇല്ലാത്ത നമ്പേഴ്സാണ് ഏതിൽ പെടുക? ഇൻറ്റിജർ ലിറ്ററൽസിൽ പെടുക. 37, 4 അങ്ങനെ പോയിൻ്റ് ഇല്ലാത്ത നമ്പേഴ്സ് ഇൻറ്റിജർ ലിറ്ററൽസിൽ പെടും. അതുപോലെ അത് ഏതാവാം, നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, രണ്ടായാലും പോസിറ്റീവോ നെഗറ്റീവ് ഉള്ളതായ പോസിറ്റീവോ ആയ പോയിൻ്റ് ഇല്ലാത്ത നമ്പേഴ്സാണ് ഏതിൽ പെടുന്നത്? ഇൻറ്റിജർ ലിറ്ററൽസിൽ. അതിൽ പോസിറ്റീവ് സൈൻ ആണെങ്കിൽ ഇപ്പോൾ വെറും 37, അതിന് ഏത് സൈനാണ് നമ്മൾ അസൈൻ ചെയ്തിട്ടുണ്ടാവുക? വെറും 37 മാത്രം കൊടുത്തിട്ടുണ്ട്, സൈൻ അസൈൻ ചെയ്തിട്ടില്ല എങ്കിൽ അത് ഏതായിരിക്കും? പോസിറ്റീവ് നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻറ്റിജർ ലിറ്ററൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹോൾ നമ്പേഴ്സ് വിത്തൗട്ട് ഫ്രാക്ഷൻ, പോയിൻ്റ് ഇല്ലാത്ത നമ്പേഴ്സാണ് ഏതിൽ പെടുന്നത്? ഇൻറ്റിജർ ലിറ്ററൽസിൽ പെടുന്നത്. അത് പോയിൻ്റ് ഇല്ലാത്തത് മാത്രമല്ല, അതിലേതാ സൈന് പോസിറ്റീവുമാകാം നെഗറ്റീവുമാകാം. ഒരു നമ്പർ നമ്മൾ സൈൻ ഇട്ടിട്ടില്ല എങ്കിൽ അത് ഏത് നമ്പറായിട്ടാണ് കൺസിഡർ ചെയ്യുക? പോസിറ്റീവ് നമ്പറായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ലിറ്ററൽസ്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ലിറ്ററൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റിയൽ കോൺസ്റ്റാൻറ്റ്. റിയൽ കോൺസ്റ്റാൻറ്റ് എന്നും കൂടി ഇതിനറിയപ്പെടുന്നുണ്ട് ഫ്ലോട്ടിംഗ് പോയിൻ്റ് ലിറ്ററൽസിന്. റിയൽ ഇറ്റ് മീൻസ് ഫ്രാക്ഷണൽ നമ്പേഴ്സ്, ഡെസിമൽ നമ്പേഴ്സ്, പോയിൻ്റ് ഉള്ള നമ്പേഴ്സാണ് ഏതിൽ വരിക? ഫ്ലോട്ടിംഗ് പോയിൻ്റിൽ വരിക. റിയൽ കോൺസ്റ്റാൻറ്റിൽ വരിക ഏതാണ്? ഫ്രാക്ഷണൽ നമ്പേഴ്സ്, പോയിൻ്റ് ഉള്ള നമ്പേഴ്സാണ് വരിക. ഇതിനും ഏത് വരാം? പോസിറ്റീവും ആവാം നെഗറ്റീവും ആവാം. അപ്പോൾ പോയിൻ്റ് ഉള്ള നമ്പേഴ്സ് ആകുമ്പോൾ ഏത് ലിറ്ററൽസ് എന്ന് പറയും? ഫ്ലോട്ടിംഗ് പോയിൻ്റ് ലിറ്ററൽസ്. പോയിൻ്റ് ഇല്ലാത്ത നമ്പേഴ്സ് ആണെങ്കിൽ ഇൻറ്റിജർ ലിറ്ററൽസ്. ഇതിൻ്റെ ഒന്നും വാല്യൂസിന് എന്താണ്? ലിറ്ററൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിൻ്റെ വാല്യൂസിന് നെവർ ചേഞ്ച്, ദർ വാല്യൂസ് ആർ നെവർ ചേഞ്ച് ഡ്യൂറിങ് ദി പ്രോഗ്രാം റൺ. ഓക്കെ, നെക്സ്റ്റ് ക്യാരക്ടർ ലിറ്ററൽസ്. Character literals means characters are enclosed in single quotes. Single characters are enclosed in single quotes. Characters are enclosed in single quotes are called character literals. Okay. പിന്നെ പറയുന്നത് string literals ആണ്. A sequence of one or more characters enclosed in double quotes. One or more characters enclosed in double quotes.
are called string literals. മനസ്സിലായില്ല? അപ്പോൾ ലിറ്ററൽസ് എന്ന് പറയുമ്പോൾ ടു റെപ്രസെൻറ്റ് ഡാറ്റ ഐറ്റംസ് ദ വാല്യൂസ് ആർ നെവർ ചേഞ്ച് എന്ന് പറയുന്നത്. Literals are data items, never change their values during the program run. It is classified integer literals, floating literals, character literals, string literals. Integer എന്ന് പറയുമ്പോൾ ഹോൾ നമ്പേഴ്സ് വിത്തൗട്ട് ഫ്രാക്ഷണൽ പാർട്ട്. ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോൾ ഫ്രാക്ഷണൽ നമ്പേഴ്സ്, ഡെസിമൽ പോയിന്റ് വരുന്ന നമ്പേഴ്സ് 3.14 അങ്ങനെയുള്ളതൊക്കെയാണ് ഇതിൽ വരിക ഫ്രാക്ഷണൽ. ക്യാരക്ടർ എന്ന് പറയുമ്പോൾ എ സിംഗിൾ ലെറ്റേഴ്സ് എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോഡ്സ് ആർ കോൾഡ് ക്യാരക്ടർ ലിറ്ററൽസ്. സ്ട്രിംഗ് ലിറ്ററൽസ് എന്ന് പറയുമ്പോൾ എന്താണ്? എ സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോഡ്സ് ആർ കോൾഡ് സ്ട്രിംഗ് ലിറ്ററൽസ്. ലിറ്ററൽസിൽ ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് പങ്ക്ച്വാറ്റേഴ്സ് ആണ്. പങ്ക്ച്വാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സിമ്പിൾസ് ആണ്. Some symbols that have syntactic or semantic meaning to the language compiler. കുറച്ച് സിമ്പിൾസ് ആണ് ഇതിൽ വരുന്നത്, പങ്ക്ച്വാറ്റേഴ്സിൽ വരുന്നത്. ലാംഗ്വേജ് കമ്പൈലർക്ക് ഒരു സ്പെഷ്യൽ മീനിങ് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് സിമ്പിൾസ്. അതായത് നമ്മൾ കീബോർഡിലുള്ള എല്ലാ സിമ്പിൾസും ഹാഷ്, കുത്ത്, കോമ, ഡബിൾ കോട്ട്സ് അങ്ങനെ വരുന്ന എല്ലാ സിമ്പിൾസും ഏതിൽ വരും? പങ്ക്ച്വാറ്റേഴ്സിൽ വരും. ഓക്കെ, അപ്പോൾ പങ്ക്ച്വാറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? സ്പെഷ്യൽ സിമ്പിൾസ് ദാറ്റ് ഹാവ് എ സിന്റാറ്റിക് ഓർ സെമാൻറ്റിക് മീനിങ് ടു ദി ലാംഗ്വേജ് കമ്പൈലർ. എക്സാമ്പിൾസ് ആണ് നമ്മുടെ സെമിക്കോളൻ, ഹാഷ്, കേർലി ബ്രേസ്, ബ്രേക്കിറ്റ് ഒക്കെ. ദ ലാസ്റ്റ് വൺ ഇൻ ടോക്കൺസ്, ഓപ്പറേറ്റേഴ്സ്. Operators are symbols that perform some kind of operations. ചില ഓപ്പറേഷൻസ് നടത്താനുള്ള ചില സിമ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് ആർ സിമ്പിൾസ് ദാറ്റ് ക്യാൻ പെർഫോം സം കൈൻഡ് ഓഫ് ഓപ്പറേഷൻസ്. ഫോർ എക്സാമ്പിൾ, പ്ലസ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ, അത് ഏത് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്? അഡീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് അല്ലേ? മൈനസ് തരുന്ന സിമ്പിൾ എന്തിനു വേണ്ടിയാണ്? ക്യാൻ പെർഫോം സബ്ട്രാക്ഷൻ. ഇങ്ങനെ ചില സിമ്പിൾസ് ആണ് ചില ഓപ്പറേഷൻസ് നടത്താനുള്ള. ഇതിൽ ഈ സിമ്പിൾസിനെ നമ്മൾ എന്ത് പറയും? സിമ്പിൾസിനെ നമ്മൾ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. ഒരു ഓപ്പറേഷൻ നടത്തുമ്പോൾ അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള സിമ്പിൾസിനെ ഓപ്പറേറ്റേഴ്സ് എന്നും അതിൽ ഉള്ള വാരിയബിൾസിനെ ഓപ്പറാൻസ് എന്നും പറയും. Operands. Operators are symbols that perform some kind of operations. Symbols in operation are called operators. The variables are called operands. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സ് എന്നാൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാണ്ട് ഒരുപാട് ഓപ്പറേറ്റേഴ്സ്, അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്, അപ്പോൾ റിലേഷണൽ, ലോജിക്കൽ, ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ്, അങ്ങനെ ഒരുപാട് ഓപ്പറേറ്റേഴ്സ് നമുക്ക് അടുത്ത ചാപ്റ്ററുകളായിട്ട് പഠിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഇത്ര മാത്രം മനസ്സിലാക്കിയേക്കും. ഓപ്പറേറ്റേഴ്സ് ആർ സിമ്പിൾസ് ദാറ്റ് പെർഫോം സം കൈൻഡ് ഓഫ് ഓപ്പറേഷൻസ്. ഓപ്പറേറ്റേഴ്സിന് എന്താ പറയും? സിമ്പിൾസിനെ ഓപ്പറേറ്റേഴ്സ് എന്നും അതിലുള്ള വാരിയബിൾസിനെ ഓപ്പറാൻസ് എന്നും പറയും. അപ്പോൾ ഇത്രയാണ് ടോക്കൺസിലുള്ളത്. ഇനി ഇതിലുള്ളത് കുറച്ച് എസ്കേപ്പ് സീക്വൻസസ് ഉണ്ട്. എസ്കേപ്പ് സീക്വൻസസ് ഈ ടാബിൾ നോക്കൂ. ഈ ടാബിളിൽ കാണുന്ന സിമ്പിൾസ് എസ്കേപ്പ് സീക്വൻസസ് ആണ്. ഓരോ സിമ്പിൾസും എന്തിനു വേണ്ടിയിട്ടാണോ? ഓരോ ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. /A, ഓഡിയോ ബെൽ, ബാക്ക് സ്പേസ് എടുക്കാൻ, /B, അതുപോലെ ന്യൂ ലൈൻ, അങ്ങനെ ഓരോ ആക്ഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറേ എസ്കേപ്പ് സീക്വൻസസ്. ഓക്കെ, ഈ ടാബിൾ നോട്ട് ചെയ്യും. പിന്നീട് ഇതിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, IDE. എന്താണ് IDE? ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. IDE മീൻസ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ഇറ്റ് മീൻസ് ദ വർക്കിംഗ് ഏരിയ. വർക്കിംഗ് ഏരിയ എന്നാണ് മെയിനായിട്ട് എന്തോട് ഉദ്ദേശിക്കുന്നത്?
IDE ഉണ്ട്. IDE മീൻസ് ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ദ വർക്കിംഗ് ഏരിയ ഓഫ് എ പ്രോഗ്രാം, ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള വർക്കിംഗ് ഏരിയ. നമ്മൾ പെയിൻറ്റിൻ്റെ വിൻഡോ എടുത്താൽ ആ വിൻഡോയിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ബ്രഷ്, കളറ്, പലതരത്തിലുള്ള ടൂൾസ്, അങ്ങനെ അതായത് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഉണ്ടാവുക അല്ലേ? ഫോട്ടോഷോപ്പ് എടുത്താൽ ആ ഫോട്ടോ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള വിൻഡോ ഉണ്ടാവുക. ഒരു IDE എന്ന് പറഞ്ഞാൽ അതാണ് ആ വർക്ക് ചെയ്യാനുള്ളൊരു ഏരിയ. അതുപോലെ C++ പ്രോഗ്രാം ആകുമ്പോൾ അതിനെ എഡിറ്റ് ചെയ്യുക, അതിനെ സേവ് ചെയ്യുക, അതിന് റണ്ണ് ചെയ്യുക, കമ്പൈൽ ചെയ്യുക, അങ്ങനെയുള്ളൊരു വിൻഡോ ആണ് ഉണ്ടാവുക. അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാനുള്ള വർക്കിംഗ് ഏരിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? IDE. അതായത് C++ൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? 2 IDE ആണ്. ടർബോ ഉണ്ട്, ജീനി ഉണ്ട്. C++ പ്രോഗ്രാമിൻ്റെ IDE ആണ്. ടർബോ വിൻഡോസിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിൻഡോസിലാണ് C++ പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ ടർബോ ആണ് യൂസ് ചെയ്യുക. ടർബോ C++. ജീനി നമ്മൾ ഉബുണ്ടുവിൽ ചെയ്യുമ്പോൾ ഏതാണ്? ജീനിയാണ്. അപ്പോൾ IDE മനസ്സിലായാലും ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് മീൻസ് ദ വർക്കിംഗ് ഏരിയ ഓഫ് എ പ്രോഗ്രാം. C++ന് 2 IDE ആണ്. ടർബോ C++, ജീനി. വിൻഡോസിലാണെങ്കിൽ ടർബോ C++, ഉബുണ്ടുവിലാണെങ്കിൽ ജീനി. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.